കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഉദ്ഘാടനം കഴിഞ്ഞ പ്രസവ വാർഡും അത്യാഹിത വാർഡും തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഉപരോധ സമരത്തിന് എത്തിയ പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും പോലീസ് ബലം പ്രയോഗിച്ച് തടയുകയും ചെയ്തതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം ആരോഗ്യമന്ത്രിമാർ നിർവഹിച്ചിട്ടും പ്രസവ വാർഡും അത്യാഹിത വാർഡും തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചു. ഉപരോധ സമരത്തിനെത്തിയ പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും പോലീസ് ബലം പ്രയോഗിച്ച് തടയുകയും ചെയ്തതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി. തുടർന്ന് നടന്ന ഉപരോധ സമരത്തിൽ ആശുപത്രിയിലെ നിയമനങ്ങളിൽ അഴിമതിയുണ്ടെന്നും ഉദ്ഘാടനം നടന്ന ബ്ലോക്കുകളുടെ പ്രവർത്തനം നടക്കാത്തത് ജീവനക്കാരുടെ അഭാവം കാരണമാണെന്നും പങ്കെടുത്ത പ്രവർത്തകർ പറഞ്ഞു. ഉപരോധ സമരത്തിൽ സൂപ്രണ്ടിനെ കാണാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് സൂപ്രണ്ടിനെ കാണാനില്ല എന്ന ബോർഡും യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ചു. തുടർന്ന് സൂപ്രണ്ട് യൂത്ത് കോൺഗ്രസുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞ പ്രസവ വാർഡിന്റെ പ്രവർത്തനവും അത്യാഹിത വാർഡിന്റെ പ്രവർത്തനവും ഉടൻ ആരംഭിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിച്ചത്. ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ നേതൃത്വം നൽകി. കായംകുളം നഗരസഭയുടെ പരിധിയിലുള്ള ഈ ഹോസ്പിറ്റലിൽ നമുക്കറിയാം, കായംകുളത്തെ MLA കൊട്ടിഘോഷിച്ചാഘോഷിച്ച് കായംകുളം നഗരം മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറച്ച് 2 ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് പോയി. ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത ഈ 2 ബ്ലോക്കുകളും ഇന്നീ നിമിഷം വരെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഈ കായംകുളത്തെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്ന സൂപ്രണ്ടിന് കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യമല്ല ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും ഇതേ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തതാണ്. 2 ആരോഗ്യമന്ത്രിമാർ മാറി മാറി ഉദ്ഘാടനം ചെയ്ത ഒരു ബ്ലോക്കിന്റെ പ്രവർത്തനം നാളിതുവരെ ഇന്നീ നിമിഷം വരെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് മറുപടി പറയണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ദേവികുളങ്ങര, കണ്ടല്ലൂര്, കൃഷ്ണപുരം, പത്തിയൂര് തുടങ്ങിയ ഭാഗങ്ങളിൽ പഞ്ചായത്തുകളിൽ നിന്ന് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന കായംകുളത്തെ താലൂക്ക് ആശുപത്രി കഴിഞ്ഞ കുറേയധികം നാളുകളായി കടന്നുപോകുന്നത് ഏറ്റവും ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഴിമതിയിൽ കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കായംകുളത്തെ ഈ താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയുടെ ഉദ്ഘാടനം എന്നുള്ളത്. ആ ഫാർമസിയുടെ ഉദ്ഘാടനം, ആ പണികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തേപ്പും പെയിന്റിങ്ങും, ഈ ഒരു മഴക്കാലത്ത് തേപ്പും പെയിന്റിങ്ങും ഒരുമിച്ച് കൊണ്ടുപോയത് ഈ കായംകുളത്തെ ജനങ്ങൾ കണ്ടതാണ്. അത്രമേലെ അഴിമതി നടത്തിക്കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു. ആ ചെയ്യുന്നതൊക്കെയും നമ്മൾ ഒരു കാര്യത്തിലേക്ക് ചെയ്യുമ്പോൾ അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ മറിച്ച് ഞങ്ങൾ എന്തൊക്കെയോ വരുത്തി തീർത്തു, ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്കാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും താലൂക്ക് ആശുപത്രി കഴിഞ്ഞ കുറേയധികം നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കായംകുളത്തെ ദേശീയപാതയുടെ സൈഡിലുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആശ്രയമായി മാറുന്ന കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിനെ വികസനത്തിന്റെ പന്താവിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വികസനമില്ലാതെ കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിനെ വികസനമില്ലാതാക്കി മാറ്റി കായംകുളത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭമുണ്ടാക്കുവാൻ വേണ്ടി, സാമ്പത്തിക ലാഭമുണ്ടാക്കുവാൻ വേണ്ടി കായംകുളത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് കൂട്ടുനിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന അഴിമതി കഥകൾ. ഇപ്പോഴും ഇവിടെ അത്യാഹിത വിഭാഗത്തിലും പ്രസവ വാർഡിലും ആളില്ലാത്ത കാരണമാണ് തുറക്കുന്നില്ല എന്ന് ഇവിടുത്തെ അധികൃതർ പറയുന്നത്. എന്തുകൊണ്ട് ആൾ വരുന്നില്ല? ഇവിടെ നിയമനങ്ങൾ വരുമ്പോൾ ആ നിയമനങ്ങൾ ഫില്ല് ചെയ്യുവാൻ വേണ്ടി ഒരു പത്രപരസ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി അതിന് പരസ്യം നൽകുകയോ ചെയ്യുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിതാ ബാബു, സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ ബത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറി ആസിഫ് സെലക്ഷൻ, ആകാശ് തഴയശ്ശേരിൽ, ഹാഷിർ പുത്തൻകണ്ടം, ഹാഷിം സേട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ റിയാസ് മുണ്ടകത്തിൽ, ആദർശ് മഠത്തിൽ, ഇബിനു സീരി, രാഹുൽ കവിരാജ്, അഖിൽ പുതുപ്പള്ളി, ആശിഷ് ശ്രീകൃഷ്ണൻ, ആദിത്യൻ, അശോക് കുമാർ, ഗായത്രി തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.